H4 ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വ്യക്തികളുടെയും ഒരു ആഗ്രഹമായിരിക്കും റിട്ടയർമെൻറ്റ് ലൈഫിൽ സ്ഥിര വരുമാനം നേടുക എന്നുള്ളത്. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് നിലവിൽ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഒരു സ്ഥിര വരുമാനം ഉള്ളത്. ഇതുകൂടാതെ ചില സർക്കാർ പദ്ധതികളുമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം, അതായത് ഏകദേശം 60 വയസ്സിന് ശേഷം എല്ലാ മാസവും ഒരു ഫിക്സഡ് തുക സ്ഥിര വരുമാനം ലഭിക്കുന്ന ചില കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നിരവധി നിക്ഷേപ പദ്ധതികളും പെൻഷൻ പദ്ധതികളും സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവയിലെല്ലാം തന്നെ കാലാനുസൃതമായ മാറ്റങ്ങളും ആവശ്യാനുസരണം നടത്തിവരുന്നു. മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളിൽ പ്രായഭേദമന്യേ എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തേണ്ടത് ഏറെ പ്രധാനമാണ്. അതുകൊണ്ടാണ് വ്യക്തികൾക്ക് അവരുടെ വരുമാനത്തിനും ജീവിത സാഹചര്യത്തിനുമനുസരിച്ച് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പെൻഷൻ പദ്ധതികളിൽ സർക്കാർ ശ്രദ്ധ കൊടുക്കുന്നത്. റിട്ടയർമെൻറ്റിന് ശേഷവും വരുമാനം ഉറപ്പാക്കുവാൻ സഹായിക്കുന്ന പെൻഷൻ പദ്ധതികളിലാണ് സർക്കാരും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മിക്ക പെൻഷൻ സ്കീമുകളും റിട്ടേൺസ് ആയിട്ടാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ജോലി ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരുമായ പ്രൊഫഷണലുകൾ നിക്ഷേപം നടത്തി അതിൽ നിന്നും ഉയർന്ന റിട്ടേൺസ് സ്വന്തമാക്കുന്നു. കൂടാതെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള, അതായത് BPL വിഭാഗത്തിൽ വരുന്ന വരുമാന ഗ്രൂപ്പിന് കീഴിലുള്ള മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള പെൻഷൻ സ്കീമുകളും ഉണ്ട്. അവർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ഒരു സംഭാവനയും നൽകാതെ നാമമാത്രമായ തുക എല്ലാ മാസവും സമ്പാദിക്കുവാൻ സാധിക്കും. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ പൗരന്മാർക്ക് വിവിധ പെൻഷൻ പദ്ധതികൾ നൽകുന്നു. അത്തരത്തിലുള്ള ജനപ്രിയ സ്കീമുകളുടെ ഒരു പട്ടികയാണ് ഇനി പറയുന്നത്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് ഒന്നാമത്തത്. അംഗീകൃത ബാങ്കുകളും അതുപോലെ തന്നെ തപാൽ ഓഫീസുകളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിന് കീഴിൽ വിരമിച്ചവരോ 55 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായം ഉള്ളവരോ ആയ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടി സീനിയർ സിറ്റിസൺ സ്കീം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രതിവർഷം 7.60% നിലവിൽ പദ്ധതിയിലെ നിക്ഷേപകർക്ക് ലഭിക്കുന്ന വാർഷിക പലിശ. അക്കൗണ്ട് തുറക്കുന്ന ദിവസം മുതൽ 5 വർഷമാണ് മച്യൂരിറ്റി കാലയളവ്. അത് 3 വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ്. ആദായ നികുതി നിയമത്തിൻ്റെ സെക്ഷൻ 80C അനുവദിച്ചുള്ള 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവും ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയോവന്ദന യോജന. 2017 ആരംഭിച്ച പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് സാമൂഹിക സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു. സർക്കാരിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ സ്കീം നിലവിൽ വന്ന സാമ്പത്തിക വർഷത്തിൽ പ്രതിവർഷം 7.40% പലിശ ഉറപ്പ് നൽകുന്നു. 10 വർഷത്തേക്ക് പ്രതിമാസമോ അല്ലെങ്കിൽ ത്രൈമാസമോ അല്ലെങ്കിൽ അർദ്ധവാർഷികമോ അതുമല്ലെങ്കിൽ വാർഷികമോ ആയി പെൻഷൻ ലഭിക്കുന്നതിന് പോളിസി ഉടമ ഒറ്റത്തവണ തുക നിക്ഷേപിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 14,49,086 രൂപയുടെ വാങ്ങൽ വിലയിൽ പ്രതിവർഷം 1,11,000 രൂപ, 15 ലക്ഷം രൂപയുടെ വാങ്ങൽ വിലയിൽ 9,250 രൂപ എന്നിങ്ങനെ പ്രതിമാസ പെൻഷൻ നേടാവുന്നതാണ്. അടുത്തതാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പൗരന്മാർക്ക് ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നിർമ്മിക്കുന്നതിനായി ഈ പ്ലാനിൽ നിക്ഷേപിക്കുന്നതിന് നാഷണൽ പെൻഷൻ സ്കീം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കോർപ്പസ് നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവിധ അസറ്റ് ക്ലാസുകളിൽ നിക്ഷേപിക്കുവാനുള്ള അവസരം സർക്കാർ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഈ 3 പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.